തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ണമൂല വാർഡിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആർ സതീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കാഹളം മുഴക്കുന്ന മനുഷ്യനാണ്. കേരളത്തിൽ 2 MLA-മാരുള്ള പാർട്ടിയുടെ നിലവിലെ ഔദ്യോഗിക ചിഹ്നമാണിത്. കാഹളം മുഴക്കുന്ന മനുഷ്യൻ ദേശീയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായി മാറിയതിന്റെ വിശേഷങ്ങൾ അറിയാം ഇനി. നമ്മുടെ ചിഹ്നം കാഹളം മുഴക്കുന്ന മനുഷ്യൻ. പ്രേക്ഷകർ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചിഹ്നം കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇത് ദേശീയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ഈ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുമുണ്ട്. ഈ ചിഹ്നത്തിനാണെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ കഥ പറയാനുണ്ട്. അതൊരു വല്ലാത്ത കഥയാണ്. അഡ്വക്കേറ്റ് ആർ സതീഷ് കുമാർ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥാനാർത്ഥി. കാഹളം മുഴക്കുന്ന മനുഷ്യൻ. ഒരു കൗതുകമുണ്ട് ആ ചിഹ്നത്തിന്. എങ്ങനെയാണ് ആ ചിഹ്നത്തിലേക്ക് എത്തിപ്പെട്ടത്? നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP SP എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പേര്. ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാർട്ടിയിൽ നിന്ന് കുറച്ചുപേർ മാറി വേറൊരു ഘടകമായി മഹാരാഷ്ട്രയിൽ പോയ സമയത്താണ് പുതിയൊരു ചിഹ്നം തിരഞ്ഞെടുക്കുവാനുള്ള സാഹചര്യമുണ്ടായത്. അങ്ങനെ കഴിഞ്ഞ മഹാരാഷ്ട്ര പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലുമെല്ലാം ഞാനും പ്രചരണത്തിന് പോയിരുന്നു. ഈ കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന ചിഹ്നത്തോടു കൂടിയാണ് അവിടെ മത്സരിച്ചത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം NCP SPക്ക് കാഹളം മുഴക്കുന്ന ചിഹ്നം കിട്ടിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഈ ചിഹ്നം ആളുകൾക്ക് പരിചയപ്പെടുത്താൻ എന്തെങ്കിലും പ്രയാസമോ അതിലെന്തെങ്കിലും കൗതുകമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ എത്ര റൗണ്ട് പ്രചരണമായി? അതെ, പുതിയ ചിഹ്നമായതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ പതിയേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അങ്ങനെ വിജയ കാഹളം മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു പ്രതീതി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വാർഡ് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2005, 2010, 2015, 2020 ഞാൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വാർഡാണ്. നിലവിലെ NCPക്ക് 2 MLA-മാരുണ്ട്. അവരൊക്കെ ക്ലോക്ക് ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ഇനിയിപ്പോൾ NCP MLA-മാർ കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ഈ ചിഹ്നത്തിലായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച് നൽകിയ ചിഹ്നമാണ് കാഹളം മുഴക്കുന്ന മനുഷ്യൻ. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇതേ ചിഹ്നം തന്നെയായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? NCPയെ സംബന്ധിച്ചിടത്തോളം ഈ ചിഹ്നം അവിടെ ഫെമിലിയർ ആവുകയും ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായ ജനങ്ങളുടെ മനസ്സിലേക്ക് പതിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് NCP ശരത് പവാർ വിഭാഗത്തിന് വലിയൊരു മുന്നേറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കാഹളം മുഴക്കുന്ന മനുഷ്യൻ അതിൻ്റെ പ്രത്യേകത കൊണ്ട് എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് വോട്ടർമാരുടെ മനസ്സിൽ എങ്ങനെ പതിയുമെന്ന് കണ്ടറിയാം. ക്യാമറ പേഴ്സൺ S. അനോഷിനൊപ്പം സഫ്വാൻ VP, Media One, തിരുവനന്തപുരം.